ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്ഗു ചാനൽ. അരുൺ മാത്തേശ്വരൻ സംവിധാനം ചെയ്ത് ലോകേഷ് കനകരാജ് ആദ്യമായി നായകനായെത്തുന്ന പുതിയ തമിഴ് ചലച്ചിത്രമാണ് DC. അരുൺ മാത്തേശ്വരൻ നിങ്ങൾക്കറിയാം, ധനുഷിന്റെ ക്യാപ്റ്റൻ മില്ലർ സംവിധാനം ചെയ്ത ഡയറക്ടറാണ്. അപ്പോൾ ഇതിൽ നായികയായിട്ട് വരുന്നത് വാമിക ഗബ്ബിയാണ്. സൺ പിക്ചേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡ് റോക്ക് സ്റ്റാർ അനിരുദ്ധാണ് മ്യൂസിക് ചെയ്യുന്നത്. അപ്പോൾ ബ്ലഡി വാലന്റൈൻസ് എന്ന് പറഞ്ഞ് വാലന്റൈൻസ് ഡേക്ക് തന്നെ അവരൊരു ഗ്ലിംസ് റിലീസ് ചെയ്തിട്ടുണ്ട്. അതൊരു റേറ്റഡ് സിനിമ ആവാനാണ് ചാൻസ് കൂടുതൽ. മുമ്പേ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇൻ്റർവ്യൂസിലൊക്കെ അരുൺ മാത്തേശ്വരൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വൈൽഡ് ആയിട്ടുള്ള റേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെ ആയിരിക്കും DC ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഗ്ലിംസ് ഒന്ന് കണ്ടുനോക്കാം. സൺ പിക്ചേഴ്സ് കലാനിധി മാരൻ പ്രസൻസ് സഞ്ജന AKS പാർവതി, വാമിക ഗബ്ബി as Chandra, Logesh as Devadas, ശരി. നേരത്തെ പറഞ്ഞ പോലെ ഒരു റേറ്റഡ് സിനിമ ആവാനാണ് ചാൻസ് കൂടുതൽ. അവർ പറഞ്ഞിട്ടുള്ളതും അങ്ങനെയൊക്കെയാണ്. കാരണം ഇതിൽ കുറേ ബ്ലഡി വയലൻസ് ഉണ്ട്, പിന്നെ സെക്സും ഒരുപാട്, അതായത് അതുമായിട്ട് കാണിക്കുന്ന സീൻസുകളും കാര്യങ്ങളും ഒരുപാട് ഉണ്ടായിരിക്കും. കുറച്ച് വൈൽഡായിട്ടുള്ള പിന്നെ വയലൻസ് ഒരുപാട് ഉണ്ടായിരിക്കും. പിന്നെ ഇതിൽ 2-3 നായികമാരുണ്ട്. ഇതിൻ്റെ മുമ്പുള്ള ഗ്ലിംസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവാം. ഇതിൽ എന്താ പറയുക, കുറേ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു റേറ്റഡിൽ വരാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ, ഡയറക്ടർ പറഞ്ഞതുപോലെ. ആൻഡ് ഇതിൽ എടുത്തു പറയേണ്ടത് അനിരുദ്ധിൻ്റെ മ്യൂസിക്. എവിടെ നിന്നൊക്കെ എന്തൊക്കെ ഇടുന്നൊരു പിടിയില്ല. ഒരു പിയാനോ മ്യൂസിക്, ആ ഗിറ്റാർ മ്യൂസിക്, വയലിൻ, ഏതോ ഒരു സാധനമാണ്. അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഏതായാലും ഒന്ന് കമൻറ്റ് ചെയ്തേ കേട്ടോ. BGM ഏറേറ്റഡ് തന്നെ. ഓ wishing you a bloody Valentine. Another musical. ഒന്നാണ് ഇല്ല, ഉണ്ട്. റിട്ടൺ ആൻഡ് ഡയറക്ട് ബൈ അരുൺ മാത്തേശ്വരൻ, DC. സമ്മർ 2026. ഇതിന്റെ റിലീസ് സമ്മർ 2026 എന്നാണ് കിടക്കുന്നത്. അത് അപ്പം 2026 ഫസ്റ്റ് ഹാഫിൽ സിനിമ ഉണ്ടാവും. ആൻഡ് ഈ ഒരു ഗ്ലിംസിൽ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് അനിരുദ്ധിൻ്റെ മ്യൂസിക് തന്നെയാണ്. ആ BGM മണ്ടയ്ക്കുള്ളേ ഓഡിറ്റേർക്ക് ആ ഒരു എന്താ പറയുക, ഇതെനിക്കൊന്ന് തുടക്കം കേട്ടപ്പോൾ അല്ലെങ്കിൽ നടുക്കെത്തിയപ്പോൾ ആ DC എന്നൊരു എയ്ൻ നോബഡി എന്നൊരു സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സിനിമയിൽ തന്നെ ഒരു ഇംഗ്ലീഷ് സോങ്, ഹെയ്സൻബർഗ് ലിറിക്സ് ചെയ്തിട്ടുള്ള. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രാ വേർഷൻ അല്ലെങ്കിൽ ഒരു അഡീഷണൽ വേർഷൻ പോലെയാണ് എനിക്ക് തോന്നിയത്. BGM നന്നായിട്ടുണ്ടായിരുന്നു. ആ ഒരു മൊമെൻറ്റിനെ അല്ലെങ്കിൽ ആ ഒരു സീനിനെ ഇങ്ങനെ എലവേറ്റ് ചെയ്യുന്നു പോകുന്ന രീതിക്കായിട്ട്. അനിരുദ്ധിന് ഇപ്പോൾ ഇതൊക്കെ ഒരു സർവ്വസാധാരണ വിഷയമാണ്. കാരണം അനിരുദ്ധിൻ്റെ പടം ഇറങ്ങുമ്പം അനിരുദ്ധിൻ്റെ BGM അത് വൈറലാകുക, ഹിറ്റാകുക എന്നുള്ളതൊരു ഇപ്പോൾ സത്യം പറഞ്ഞ ഒരു കോമൺ ഫാക്ടറാണ്. എല്ലാ സിനിമയിലും അനിരുദ്ധ് തന്നെ വേണമെന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും പറയുന്നത്. കാരണം അനിരുദ്ധ് എന്ന് പറയുന്നത് ഒരു മ്യൂസിക് ഡയറക്ടർ മാത്രമല്ല, ഒരു പ്രൊമോഷൻ ചെയ്യുന്ന ഒരാളും, അതായത് പുള്ളിയുടെ ഇൻസ്റ്റയും കാര്യങ്ങൾ നല്ല ഫാൻ ഫോളോയിങ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ പുള്ളി ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അത് ഒരുപാട് പേര് അറിയുകയാണ്. അത് മറ്റുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിന് അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ഡൗട്ടാണ്. ബട്ട് അത് അനിരുദ്ധിനുണ്ട്. ഇതിൽ ലോകേഷ് ഒരു വെട്ടുകുത്ത് നായകൻ തന്നെയായിട്ടാണ് വരുന്നത്. സിനിമ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും ചോരക്കളിയും സിഗരറ്റ് വലിയും പിന്നെ സീൻസുകളും കാര്യങ്ങളും ആവും എന്നുള്ള ഒരു ഗ്ലിംസും ഹിൻസും ഒക്കെ നേരത്തെ അതിൻ്റെ സംവിധായകൻ തന്നിട്ടുണ്ടായിരുന്നു. ഇത് കൊള്ളാം. എന്നിരുന്നാലും എനിക്ക് ഇടയ്ക്കൊക്കെ എന്തോ ലോകേഷിന് അത് ഓക്കേഷ് ഫീൽ ആവാത്ത പോലെ ഒരു തോന്നൽ. ഇത് ഇടയ്ക്ക് മുമ്പ് ഒരു ഗോസിപ്പും വന്നിട്ടുണ്ടായിരുന്നു. സൺ പിക്ചേഴ്സിന് ലോകേഷിൻ്റെ അഭിനയത്തോട് വലിയ താല്പര്യമില്ലായിരുന്നു, സിനിമ മുന്നോട്ട് പോകുമോ എന്നുള്ള ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെയാണ്. അതിനിപ്പം പടത്തിന് ഹൈപ്പ് കയറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പടത്തിനൊരു റൂമർ വരാൻ വേണ്ടിയിട്ട് പ്രൊമോഷന് വേണ്ടി ചെയ്താണെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഗ്ലിംസും കാര്യങ്ങളൊന്നും റിലീസ് ചെയ്യില്ലല്ലോ. അതിരിക്കട്ടെ. എന്നിരുന്നാലും എനിക്ക് 1-2 സീൻസൊക്കെ ഓക്കെ ആയിട്ട് തോന്നി. ബട്ട്
വെട്ടിയിട്ട് ഇങ്ങനെ നടന്നു വരുന്ന സീനൊക്കെ കണ്ടപ്പോൾ എനിക്ക് അതെന്തോ ചേരാത്ത പോലെ തോന്നി. എന്തോ ഒരു നാച്ചുറൽ ആയിട്ടൊരു ഫീൽ ചെയ്തില്ല. ഒരു എന്തോ എനിക്കെന്തോ ഓക്കേഷ് ഫീൽ തോന്നിയിട്ടില്ല. ആൻഡ് ഇതിൽ നായകനെ പോലെ തന്നെ നായികമാർക്കും അതായത് പ്രത്യേകിച്ച് എനിക്കൊരു വാമിക ഗബ്ബിക്ക് നല്ല ഒരുപാട് സീൻസും കാര്യം. ഇത് ഈ സിനിമയുടെ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് കീർത്തി സുരേഷിന് ഇതുപോലത്തെ ഒരു സിനിമ ഉണ്ടായിരുന്നു, ഇതുപോലെ സെൽവരാഘവൻ്റെ കൂടെ ഉള്ളൊരു സിനിമ, ഇതുപോലെ ഒരു കായൽ വെച്ച് തുടങ്ങുന്ന ഒരു പാട്ടാണ്, ഇതുപോലെ വയലൻസ് ഒക്കെ ഒരുപാടുള്ള ഒരു സിനിമയാണ്, സാനി കായിതമ അങ്ങനെ ഏതോ ഒരു സിനിമയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഇതിൽ ഇപ്പം ലാസ്റ്റ് ലോകേഷ് ആ ജീപ്പിൽ വരുന്നത് കണ്ടപ്പോൾ എനിക്ക് ആ ഒരു ഫീലൊക്കെ എത്തിയത് ആ സിനിമയുടെ. അതിലും ഇതുപോലെ തന്നെയാണ്, ഭയങ്കര വയലൻസും കാര്യങ്ങളാണ്, ഫീമെയിൽ ആക്ട്രസിന് ഒരുപാട് റോൾസും കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ ഈ ഗ്ലിംസ് കാണുമ്പോൾ തന്നെ അറിയാം, എനിക്കൊന്ന് സിനിമയിൽ ഒരുപാട് പേരൊന്നും കാണാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. ആൻഡ് ഇവർ രണ്ടുപേർക്കും ഒരുപാട് സീൻസുകൾ ഉണ്ടാവും. ആൻഡ് ലോകേഷിന് 1-2 സീൻസൊക്കെ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. ബട്ട് ആ ഒരു സീൻസൊക്കെ എനിക്കെന്തോ ഫുള്ളി ഒന്ന് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല ഞാൻ ലോകേഷിൽ. പിന്നെ കോസ്റ്റ്യൂംസ് അല്ലെങ്കിൽ ആ ഒരു ഹെയർ ചെയ്ത് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ചുള്ള ഒരു കോസ്റ്റ്യൂമോ അല്ലെങ്കിൽ മേക്കപ്പോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു വേഷമോ ഒന്നുമല്ല, ഉള്ള ഒരു ഇതിൽ തന്നെയാണ് ചെയ്ത് ഉള്ളത്. ബട്ട് ഇതൊരു ഡെയർ അറ്റംപ്റ്റ് ആണ്. കാരണം ഒരു 5 സിനിമകൾ ചെയ്ത ഒരു ബ്രാൻഡായിട്ടുള്ള ഒരു ഡയറക്ടർ ആദ്യമായിട്ട് അഭിനയിക്കാൻ വരുന്നു. അപ്പോൾ ഒരു സിനിമ ഇറക്കുമ്പോൾ ഒരു നായകൻ എത്രത്തോളം, ഒരു സിനിമ നന്നാവുമ്പോൾ എത്രത്തോളം എഫക്റ്റീവായിട്ടുള്ള ട്രോളുകൾ വരുന്നു ഇല്ലെന്നുള്ളത് ഈ സിനിമ റിലീസ് ചെയ്യുമ്പം ലോകേഷിന് വരും. ലോകേഷ് നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ ലോകേഷ് ഒരു നല്ല ഡയറക്ടറും കൂടെയാണ്, പോരാന്നൊരു നല്ല ആക്ടറെന്ന് വരും. അല്ലെങ്കിൽ ലോകേഷിന് പറ്റിയ പണി ഡയറക്ടറും തന്നെയാണ്, അല്ലാതെ ആക്ടറിലേക്ക് വരണ്ട എന്നുള്ളത് കാര്യങ്ങളും വന്നേക്കാം. അതിന് സിനിമ റിലീസ് ചെയ്തതിന് ശേഷം അറിയാൻ പറ്റൂ. അനിരുദ്ധ് ഇതിൽ എന്തായാലും മ്യൂസിക് നല്ല രീതിക്ക് ചെയ്യുന്നുള്ളതിൽ വേറെ സംശയങ്ങളൊന്നും വേണ്ട. അരുൺ മേത്തേശ്വരൻ വയലൻസിൻ്റെ ആളായതുകൊണ്ട് വയലൻസ് നല്ല രീതിക്ക് തന്നെ സിനിമയിലുണ്ടാകും. അപ്പോൾ തമിഴിൽ ഇത് ഒരു ആൻറ്റിസിപ്പേറ്റഡ് മൂവിയാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല. ബട്ട് ഇതിലൊരു വാലന്റൈൻസ്, അതായത് ഒരു ഇംഗ്ലീഷ് സിനിമ ആസ്പദമാക്കി അതിലെ സീൻസുകളും കാര്യങ്ങളും, അതോ ഏതൊരു ബുക്ക്, ഒരു വയലൻസ് ബുക്കിനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി എന്നാണ് മുമ്പ് അരുൺ മേത്തേശ്വരൻ ഈ ഇന്റർവ്യൂസിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഒരു പുള്ളിയുടെ ഒരു ആഗ്രഹം അതായിരുന്നു, ഒരു വൈൽഡ് ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതൊരു വൈൽഡ് ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറി തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ഈ സീൻസൊക്കെ കണ്ട പക്ഷം റേറ്റഡ് കൊടുക്കാൻ തന്നെയാണ് സർട്ടിഫിക്കറ്റിന് സാധ്യത, വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ആൻഡ് സൺ പിക്ചേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ആ ഒരു പ്രൊമോഷനും കാര്യത്തിൽ അവരൊരു കുറവും വരുത്താനൊന്നും പോകുന്നില്ല. അപ്പോൾ എന്നിരുന്നാലും ഗ്ലിംസ് എനിക്ക് ഒരുപാടൊന്നും സാറ്റിസ്ഫൈ ആയില്ല, ഒരു മീഡിയം ലെവലിൽ ഓക്കെയാണ്. ബീജം ഒരു പൊളിയായിട്ടുണ്ട്. ആൻഡ് അരുൺ മേത്തേശ്വരൻ എങ്ങനെയാണ് ലോകേഷ് കനകരാജിനെ സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് ഡിസംബർ 2026 കണ്ടി തന്നെ അറിയണം. മൊത്തത്തിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഗ്ലിംസ്, ഈ വാലന്റൈൻസ് ഡേക്ക് തന്ന ഒരു ഗ്ലിംസ് എനിക്കൊരു എബോ ആവറേജ് ആയിട്ടാണ് തോന്നിയത്. സൂപ്പർ സാധനമായിട്ടൊന്നും തോന്നിയില്ല. കാരണം അതിൽ കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ടു മടുത്ത സീൻസുകളൊക്കെ ഉണ്ടെന്ന് തോന്നിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആ ഒരു ഗ്ലിംസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. എന്നിരുന്നാലും നോക്കാം എങ്ങനെയായിരിക്കും സിനിമ വരുന്നതെന്ന്. ചിലപ്പം ഒരു വെറൈറ്റി പടമായിരിക്കും വരുന്നത്, ചിലപ്പോൾ നമ്മൾ കണ്ടുമടുത്ത പടം എക്സിക്യൂഷൻ ആ മേക്കിംഗ് അനുസരിച്ച് ഒരു നല്ല പടമായിരിക്കും. ചിലപ്പോൾ ഈ ഗ്ലിംസിലേക്കാളും നല്ല രീതിക്ക് ലോകേഷ് ചിലപ്പം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടാവും. പിന്നെ വാമിക ഗബ്ബി നല്ല രീതിയിൽ അഭിനയിക്കും, അതിൽ യാതൊരു സംശയം വേണ്ട. ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു വയലൻസ് റോള് തന്നെ ആയിരിക്കും. പിന്നെ സഞ്ജന ഇതിൽ എന്ത് ക്യാരക്ടറാണ് പറയുന്നത്, ഇതിൻ്റെ ഇടയിൽ ഒരു സീൻസായിട്ട് വരും, സിഗരറ്റ് വലിക്കുന്ന സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് ഇനി കണ്ടി തന്നെ അറിയണം. മൊത്തത്തിലൊരു എബോ ആവറേജ് ആയിട്ടുള്ള ഒരു ഗ്ലിംസ് തന്നെയാണ്. കൊള്ളാം, മോശമൊന്നുമല്ല. ബട്ട് എന്നിരുന്നാലും ലോകേഷിന് ആ ഗോസിപ്പ് വന്നത് ഒറിജിനൽ ഗോസിപ്പാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ആ ഒരു ആക്ടിങ് അല്ലെങ്കിൽ ആ ഒരു മാനറിസം വരുന്നത് ഓക്കെ ആവുന്നില്ല, ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കണ്ടറിയാം എങ്ങനെയാണ് വരുന്നത്. ബട്ട് അനിരുദ്ധൻ്റെ മ്യൂസിക് ആ ഒരു എലവേഷൻ കൊണ്ടുപോകുന്ന സാധനം, ആ 1 മിനിറ്റ് 38 സെക്കൻഡോളം നന്നായിട്ടുണ്ടായിരുന്നു. നോക്കാം നന്നാവുമോ ഇല്ലയോ എന്നുള്ളത്.